friends, welcome to our channel. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഈവനിങ് ഇതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ഞങ്ങളൊന്ന് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് മയങ്ങിയതിന് ശേഷം അത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കുറേ നാളെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനാണെങ്കിൽ എൻ്റെ ഹെയറിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിലൊക്കെ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മുടി നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ നമുക്കൊന്ന് മുടിയും കൂടെ നമുക്കൊന്ന് കെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആണെങ്കിൽ സവാളയും പിന്നെ കുറച്ച് ഇഞ്ചിയുടെ നീരും കൂടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇഞ്ചിയൊക്കെ നല്ലതാണ് നമ്മുടെ ഹെയറിന് വേണ്ടി, ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു 2 മന്ത്സ് നമ്മൾ ലച്ചുവിൻ്റെ ഡെലിവറി, അവളുടെ അമ്മയുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഉള്ള സമയത്ത് ഞാൻ 2 മാസത്തോളം ഞാനിതുപോലെ ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് തന്നെ മുടി നന്നായിട്ട് ഗ്രോത്തായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും മടിച്ചു, അതുകൊണ്ട് വീണ്ടും അതേപോലെ എല്ലാം അങ്ങ് പോയി. അപ്പം ഇപ്പോൾ ഒരുപാട് അങ്ങ് മുടി പൊഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് നമ്മുടെ ഹെയർ കെയർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് തണുപ്പ് ഒരുപാട് പറ്റത്തില്ല കേട്ടോ. തണുപ്പിൻ്റെ ഒരു ഭയങ്കരതാണ്. അപ്പോൾ കഫക്കെട്ടും പ്രശ്നങ്ങളും അതുപോലെ തന്നെ തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൂടെ ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് ഒട്ടും ഒരു ഇതില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് മടിച്ചതാണ്. പക്ഷേ എന്താ പറയുക, ദിവസവും നമ്മളിങ്ങനെ മുടി ചീവും തോറും അതിന് ഒരുപാട് മുടിയാണ് കേട്ടോ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നത്. അപ്പം അതൊന്ന് കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം നോക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഹെയറും കൂടെ ഒന്ന് ഇതാക്കി എടുക്കണം. അപ്പം ഇത് നമ്മൾ തലയിൽ തേച്ചതിൻ്റെ ഒരു 10 മിനിറ്റ്. അപ്പോൾ ഒരുപാട് നേരം എനിക്ക് തലയിൽ ഇങ്ങനെ ഇത് വെച്ചേക്കാൻ ഒക്കത്തില്ല, കാരണം തണുപ്പായത് കാരണം. അപ്പോൾ ഒരു ജസ്റ്റ് 10 മിനിറ്റ് തലയിൽ അതൊന്ന് പിടിക്കട്ടെ. അപ്പോഴത്തേക്ക് വൈകുന്നേരത്തേക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു ചെറിയൊരു കുറുക്ക് പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ, അപ്പോൾ അമ്മയാണെങ്കിൽ കട്ടൻ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടൻ ചായ കുടിച്ചു. പക്ഷേ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ എന്തെങ്കിലും ഇരിക്കുന്നതാണ് കേട്ടോ. പക്ഷേ കുട്ടികളെല്ലാം അത് കഴിച്ച് തീർത്തു. അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണയായിട്ടൊന്നും അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ചെറുതായിട്ടൊരു റവയല്ല, നമ്മുടെ ഗോതമ്പ് ഒന്ന് കുറുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ അങ്ങനെ അതാരും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് ചെന്ന് അവിടെ ഏട്ടൻ്റെ അമ്മയാണ് കേട്ടോ ഇത് ഉണ്ടാക്കി ഫസ്റ്റ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ആദ്യമൊന്നും എനിക്കതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് വലിയ താല്പര്യമില്ല കേട്ടോ, ഫസ്റ്റ് ടൈം കഴിക്കുമ്പോഴേ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ നമ്മളത് കഴിച്ച് എന്തോ ഒരു നല്ല ടേസ്റ്റ് പോലെ തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ കുട്ടികൾക്കും കൊടുക്കാമല്ലോ. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആരും കഴിക്കുകയോ ഇല്ലയോ, ഫസ്റ്റ് ടൈം ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാവ് എടുത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയും പിന്നെ എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി, അതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല അത്യാവശ്യം ഒരു ലൂസായിട്ട്, ഒരുപാട് തിക്കിലല്ലാതെ നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കില്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കുക. അതിനേക്കാളും കുറച്ചുകൂടി വെള്ളം ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾ ചെറിയ ബോൾസ് ആക്കണമെന്ന് പോലില്ല. നമ്മളിങ്ങനെ വെള്ളം ചൂടാകുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പിച്ചി ഒന്ന് ഈ മാവൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ചെറിയ ബോൾസ് ആക്കി ആദ്യമേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും വെള്ളം തിളയ്ക്കാൻ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ അനിയത്തിയുണ്ട് അവിടെ, അവളുമാണ് ക്യാമറാമാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ അവിടെ പറഞ്ഞ് ഞങ്ങൾ ചിരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓൺ വോയിസ് നമുക്ക് ഇടാനൊക്കില്ല, കാരണം ഭയങ്കര അലപ്പും ബഹളമൊക്കെയാണ് കുട്ടികളും ഒക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഫുള്ള് മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കണത്. അപ്പോൾ അങ്ങനെ ഞാനാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ എല്ലാം ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ട് നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മാവ് അല്ലാണ്ട് പിച്ചി ഇട്ട് കൊടുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് മാവ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കി നമ്മൾ അത്യാവശ്യം ലൂസായിട്ട് തന്നെ ആ വെള്ളത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ കുറുക്കിന് ഒരു കുറുകി വരണ്ടേ, അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അല്ലെങ്കിൽ കുറുകാണ്ടിരിക്കും കേട്ടോ, വെള്ളം പോലെ കിടക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ആ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇതുപോലെ ആ മാവൊന്ന് വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് കലക്കി അത് നമ്മൾ ഈ തിളച്ച ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ടാലും നല്ലതാണ്. പക്ഷേ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ
എന്താ പിന്നെ ഞാൻ അതിലേക്ക് ഇടുന്നത് ശർക്കരയാണ് കേട്ടോ. ശർക്കര വേണമെന്നുള്ളവർ ഉപയോഗിക്കാം, പഞ്ചസാര വേണമെന്നുള്ളവർ ഉപയോഗിക്കാം. പക്ഷേ പഞ്ചസാരക്കാട്ടിൽ കൂടുതൽ ശർക്കര ആയിരിക്കും കേട്ടോ നല്ലത്. പിന്നെ അല്ലാണ്ട് ഉപ്പിട്ട് കഴിക്കുന്നവരുണ്ട്, അങ്ങനെ കഴിക്കുന്നവരുണ്ട് കേട്ടോ, നമ്മൾ മധുരമൊന്നും വേണ്ടാത്തവർക്ക്. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ ലാസ്റ്റ് വന്ന കുറച്ച് മാവ് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ കലക്കി നമ്മുടെ ആ തിളച്ച അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുഴച്ച മാവിൽ നിന്നും കുറച്ച് മാവെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് വേറെ ഇളയവർക്ക് 2 പേർക്കും, അനിയത്തിയുടെ മോനും അതുപോലെ തന്നെ ഇളയവനും ഇത് വേണ്ട, കുറുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കുറുക്ക് വേണ്ട. അതുപോലെ നമ്മളിങ്ങനെ കല്ലയിൽ ഇങ്ങനെ ജസ്റ്റ് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തി ഇങ്ങനെ ഉണ്ടാക്കില്ലേ, ഗോതമ്പാവ് വെച്ചിട്ട്, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് 2 പേർക്കും 2 കല്ലയിൽ ഇങ്ങനെ ഒന്ന് ചുട്ടെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ശർക്കരയും കൂടാണ് കേട്ടോ കൊടുത്തത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് തനിയെ കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. കറിയൊന്നും ഇല്ലാണ്ട് തന്നെ ചൂടോടുകൂടി തന്നെ നമ്മൾ അങ്ങനെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. പണ്ട് ഞങ്ങളുടെ അപ്പൂപ്പനൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അപ്പൂന് ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരമായിരുന്നു കേട്ടോ. ഇതൊരു വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് പരിചയപ്പെട്ടത് ഇത്, അല്ലാണ്ട് നമുക്ക് അങ്ങനെ അറിയില്ലാതെ. പിന്നെ അപ്പൂപ്പൻ ഇതുപോലെ അമ്മമ്മ ഉണ്ടാക്കി കൊടുക്കുന്നതും അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ കുറച്ചായ സമയത്ത് ഞങ്ങളാണ് സ്ഥിരം അപ്പൂപ്പൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അതങ്ങനെ നമ്മൾ കുറേ നാൾ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അപ്പൂപ്പനെ ഓർത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അത് കറക്റ്റ് ഷേപ്പിലൊന്നും വന്നിട്ടില്ല, കാരണം ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പെട്ടെന്ന് നമുക്ക് അവിടെ കറണ്ടൊക്കെ പോയി, മഴയൊക്കെ ആയത് കാരണം പെട്ടെന്ന് കൂടെ ഇങ്ങനെ കറണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെട്ടം തീരെ ഇല്ലായിരുന്നു. പിന്നെ അനിയത്തിൻ്റെ ഫോണിൽ ടോർച്ച് ഓൺ ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. അപ്പോൾ മോനാണ് ഫോൺ ടോർച്ച് ഓൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ അങ്ങനെ അവന് കുറുക്ക് വന്നിടത്തേക്ക് ഏകദേശം റെഡി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഹെയർ കെയറിൻ്റെ അത് തലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ചെറിയ അസ്വസ്ഥതകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തണുപ്പ് ഞാൻ പറഞ്ഞതുപോലെ കുറേ നേരമൊക്കെ തലയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ കുറുക്കിലേക്ക് അത് വെന്തതിന് ശേഷം നമ്മുടെ ആ ഗോതമ്പിൻ്റെ ചെറിയ ആ ബോൾസൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കര നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് പോയി തല അങ്ങ് വാഷ് ചെയ്യാൻ വെച്ചു. അപ്പം ഇപ്പോൾ ഷാമ്പു വാഷ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അല്ലാണ്ട് കഴുകാമെന്ന് വെച്ചു കേട്ടോ. കാരണം ഷാമ്പു വാഷ് നമ്മൾ ഏതൊരു പാക്ക് ഇട്ടാലും നമ്മൾ തലയിലൊക്കെ ആണെങ്കിലും ഏതൊരു പാക്ക് ഇട്ടാലും നമ്മൾ അന്നേരം തന്നെ കഴുകുമ്പോൾ ഷാമ്പു വാഷ് ചെയ്യരുതെന്നാണ് പറയുക. അപ്പോൾ നമ്മളങ്ങനെ അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ ഡയറക്റ്റ് നമ്മളിത് തേച്ച് കഴിഞ്ഞ് കഴുകുമ്പോൾ തന്നെ ഷാമ്പുവും കൂടെ ആഡ് ചെയ്യാമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് കുറച്ച് തുണികളും കൂടെ കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുടെയൊക്കെ തുണികളും കഴുകാനുണ്ട്. പിന്നെ മഴയായത് കാരണം തുണിയൊന്നും ഉണങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുണികളൊക്കെ വിരിച്ചൊക്കെ ഇട്ടേക്കാണ്. അപ്പോൾ ലച്ചുമ്മയും എൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ ഇങ്ങനെ നമ്മൾ മഴയൊക്കെ ആയത് കാരണം കുട്ടികളെ അങ്ങനെ വെളിയിൽ അങ്ങനെ ഇറക്കാറില്ല, കാരണം മഴയും അതിൻ്റെ കൂടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളങ്ങനെ വലുതായിട്ട് അങ്ങനെ കുട്ടികളെ പുറത്തോട്ട് ഇറക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതാ കണ്ട് എൻ്റെ മുടി ഒരുപാട് എനിക്ക് അല്ലാണ്ട് കെട്ടാനൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മുടിയിൽ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ മുടി നന്നായിട്ട് പൊഴിഞ്ഞ് നല്ല ഇതാവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എനിക്ക് നേരത്തെ അത്യാവശ്യം നല്ല രീതിക്കൊന്ന് കിളിച്ച് വന്നതാണ്. ഇപ്പോൾ ഒട്ടുമില്ല കേട്ടോ. നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്ന ഒരു അവസ്ഥ വരെ എത്തി. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് കഴുകിയിട്ട് ഒരു ടവൽ വെച്ചൊന്ന് കെട്ടിയിട്ട് പിന്നെ ഇനി കുളിക്കാൻ നേരത്തെ ഷാമ്പു വാഷ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും മുടിയൊക്കെ കഴുകിയിട്ട് നമ്മളിതെല്ലാം റെഡിയാക്കി അതിൻ്റെ കുറുക്കിൻ്റെയൊക്കെ തീ ഓഫ് ചെയ്തിട്ടാണ് മുടി കഴുകാൻ വേണ്ടിയിട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഉടനെ തന്നെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ കുറുക്ക് വേണ്ടാന്ന് പറഞ്ഞവരും കുറുക്ക് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ എല്ലാവരും കഴിച്ചു. പക്ഷേ കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ വിശക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്നൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ കുറുക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. പിന്നെ അവരവിടെ കിടന്ന് കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഇവർ രണ്ടുപേരും ദോശ കഴിച്ചു. പിന്നെ അവർക്ക് കുറുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തിട്ട് ചൂടുണ്ടായിരുന്നു. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ കൊച്ചു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി കാണാം.
പിന്നെ അത് കഴിഞ്ഞ് രാത്രിയിലാണ് കേട്ടോ തുണി കഴുകുന്നത്. രാത്രിയിലെന്ന് വെച്ചാൽ കുറച്ച് സന്ധ്യയായി, ഒരു 6-6:30 കഴിഞ്ഞു കേട്ടോ. എന്നിട്ടാണ് ഞാൻ തുണി കഴുകുന്നത്. അപ്പോഴത്തേക്ക് ചെറിയ മഴച്ചാറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തുണിയൊക്കെ കഴുകി അതൊക്കെ വിരിച്ചിട്ടിട്ട് ഇനി എനിക്ക് പോയി കുളിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.